നമസ്കാരം. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അടൂർ ഒലീവിയയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ വെളിയിൽ വന്ന വോയിസുകൾ വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം നമ്മൾ തെളിവുകൾ വെച്ചാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ ഞാൻ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല. നമ്മളുടെ മുന്നിൽ തെളിവുകൾ വേണം. ആ തെളിവുകൾ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സംസാരിച്ചത്. ഇന്നലെയും നമ്മൾ ആ വോയിസ് ക്ലിപ്പ് അവരുടേതാണെന്ന് കൺഫേം ചെയ്തുകൊണ്ട് തന്നെ, ഈ പറയുന്ന അവരുടെ ഓണറിന്റെ ആണെന്നുള്ളത് കൺഫേം ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ അതിന് റിയാക്ട് ചെയ്തത്. ഓക്കെ, കാരണം ഞാനിത് പറയാൻ കാര്യം, എല്ലാവരും അല്ല, ചില യൂട്യൂബേഴ്സ്, ചില ആൾക്കാർ യൂട്യൂബിൽ ഇരുന്ന് നല്ല തള്ളുന്നുണ്ട്. വേറൊന്നുമല്ല, യൂട്യൂബേഴ്സ് ഈ ഒരു സ്ഥാപനം അടച്ചുപൂട്ടാൻ ശ്രമിക്കുകയാണെന്നും ഇത് അടച്ചുപൂട്ടാനുള്ള ശ്രമത്തിലാണ് പല യൂട്യൂബേഴ്സും ഇടപെടുന്നത് എന്നും പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു യൂട്യൂബറെയും, ഇത് അടച്ചു പൂട്ടണമെന്ന് പറയുന്ന ഒരു യൂട്യൂബറെയും ഞാൻ കണ്ടില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ വന്ന് അല്ലെങ്കിൽ അവിടെ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് അവിടെ ജോലിക്ക് കയറിയ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാഫുകൾ പുറത്തുവിടുന്ന വോയിസുകളും അവർക്ക് അവിടെ അനുഭവിക്കാൻ വേണ്ടി വന്ന കാര്യങ്ങളുമാണ് അവർ വെളിയിൽ വിടുന്നത്. ആ വെളിയിൽ വിടുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ സത്യം എന്താണ് എന്നറിയാൻ എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാകും. അങ്ങനെയാണ് എല്ലാവരും റിയാക്ട് ചെയ്ത് തുടങ്ങിയത്. ഇറ്റ്സ് മീ കൺമണി എന്നൊരു ചാനലിലാണ് ഇത് ആദ്യമായി ഈ ഒരു വിഷയം ചർച്ചയാവുന്നത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞ് ഇറ്റ്സ് മീ കൺമണിയിലെ കൺമണി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾ നോക്കിയാൽ തന്നെ 1500 1600ഓളം കമന്റുകൾ വന്നതിനകത്ത് 90% ഈ സ്ഥാപനത്തിനെതിരെയുള്ള കമന്റുകളായിരുന്നു. അതിൽ പറയുന്നത് അതെല്ലാം പെയ്ഡ് കമന്റുകളാണ്, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ പറയിച്ച് ചെയ്യിക്കുന്ന കമന്റുകളാണ് എന്നുള്ളതാണ്. ഞാൻ അതിനകത്ത് കയറി പല കമന്റുകളും നോക്കി. എല്ലാ റിയൽ അക്കൗണ്ടിൽ നിന്നുള്ള കമന്റുകളാണ് കൂടുതലും. ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊന്നും അങ്ങനെ കമന്റ് അതിനകത്ത് വലുതായിട്ട് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇറ്റ്സ് മീ കൺമണി അങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കുറെ കാര്യങ്ങൾ അങ്ങനെ വെളിയിലേക്ക് കുറെ പേര് പറയാൻ തുടങ്ങി, ഈ സ്ഥാപനത്തിൽ നടക്കുന്നത് ഇന്ന കാര്യങ്ങളാണെന്നുള്ളത്. അതിനുശേഷം ഈ ഇറ്റ്സ് മീ കൺമണി ചാനൽ തന്നെ അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, അവിടെ പോയി ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി ഇന്റർവ്യൂവിൽ പങ്കെടുത്തു, 2 ദിവസം ജോലി ചെയ്തു, അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എന്തെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. എന്റെ അടുത്ത് എന്റെ കാസ്റ്റ് ചോദിച്ചു. ഹിന്ദു എന്ന് പറഞ്ഞപ്പോ അവർക്ക് അത് പറ്റില്ല, അവർക്ക് നമ്മുടെ ഏതാണ് കാസ്റ്റ് എന്ന് അവർക്ക് കറക്റ്റ് അറിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മുടെ റിലേഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കസിൻ എന്റെ വല്യച്ഛന്റെ മോളാണെന്ന് പറഞ്ഞു. ആ ശരി, തിങ്കളാഴ്ച എന്നാ ഷോപ്പിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിടുന്നത്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കാസ്റ്റ് ചോദിച്ചു. അവിടെ പോയപ്പോൾ നിങ്ങൾ ഏത് കാസ്റ്റ് ആണെന്ന് ചോദിച്ചു. ഓക്കെ, നോർമലി നമ്മളെല്ലാവരും ചോദിക്കുമായിരിക്കാം. അവിടെ പല ഇന്റർവ്യൂ സ്ഥാപനങ്ങളിലും ചോദിക്കുമായിരിക്കാം, ചിലതിൽ ചോദിക്കത്തില്ലായിരിക്കാം. അവർ ചോദിച്ചപ്പോൾ ഹിന്ദു എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് അത് പോരാ, ഹിന്ദുവിൽ ഏതാണ് എന്ന് കൺഫേം ആയിട്ട് അവർക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ പറയുന്നത്, ഒരു ജോലിക്ക് പോകുന്ന സ്ഥാപനത്തിൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ തരംതിരിച്ച്, ഇവർ പറയുന്ന അനുസരിച്ച് നോക്കിയാൽ തരംതിരിച്ച് കൊണ്ടാണോ അവിടെ ആളെ എടുക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. അതും ഹിന്ദുവിൽ ഏതാണെന്ന് പറയണം. പിന്നെ ഹിന്ദുവില് പല കാസ്റ്റുകൾ, അതിന്റെ പല ഇതുണ്ടല്ലോ, അതിൽ ഏതാണെന്ന് അത് പറഞ്ഞു. അതിനുശേഷം ഇവർ തമ്മിലുള്ള ബന്ധം, കൺമണിയുടെ ബന്ധുവാണ് ഈ ഇരിക്കുന്നത്, ആ കൂടെ ഇരിക്കുന്നത്. ഇതാരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ കസിനാണെന്ന് പറഞ്ഞു. കസിനാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ, നാളെ മുതൽ ജോലിക്ക് വരാമെന്ന് പറഞ്ഞു. ഓക്കെ, നമ്മളുടെ CV കൊടുക്കുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞ 10:30 to 5:30 വരെയാണെന്ന്. പക്ഷെ നമ്മള് അവിടെ ഷോപ്പിന് കയറിയപ്പോഴാണ് പറയുന്നത് 9:30 തൊട്ട് 6:30 വരെ നിക്കണമെന്ന്. ചിലപ്പോ 7 മണി 7:30 വരെയൊക്കെ തിരക്കനുസരിച്ച്, ഓണത്തിന് തിരക്കൊക്കെ വരുമ്പോഴത്തേക്കിന് അതിനനുസരിച്ച് നമുക്ക് സമയം കൂട്ടുമെന്നൊക്കെ നമ്മളോട് എടുക്കുകയൊക്കെ ചെയ്ത്. ഇന്റർവ്യൂവിന് പോയപ്പോൾ ഇവരോട് പറഞ്ഞത് 10:30 to 5:30 എന്നാണ്. അതിനുശേഷം തിരക്ക് കൂടുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി കുറച്ച് കൂടുതൽ നിൽക്കണം എന്ന് പറയാം. അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും പറയും. ഇപ്പൊ ഓണ സമയവും ഉത്സവ സമയങ്ങളും ഒക്കെ വരുമ്പോൾ, അവിടുത്തെ നമ്മൾ പ്രധാന ഉത്സവ സമയങ്ങളൊക്കെ വരുമ്പോൾ അവിടെ കടകളിലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പം ഏത് കടക്കാരും പറയുന്നതാണ് കുറച്ചുകൂടി സമയങ്ങൾ ഞങ്ങളോട് നിൽക്കുക. ചിലപ്പോൾ അവർ അതിനുള്ള ഒരു സാലറി കൊടുക്കാം. മിക്ക കടകളിലും ഞാൻ കണ്ടിട്ടുള്ളത് അതിനുള്ള ഒരു സാലറി അവർ എക്സ്ട്രാ ജോലി ചെയ്താൽ, ഓണത്തിന്റെ സമയത്താണെങ്കിലും ക്രിസ്മസിന്റെ സമയത്താണെങ്കിലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം അവർ എക്സ്ട്രാ ശമ്പളം കൊടുക്കാറുണ്ട്. ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ ഫിക്സഡ് സാലറി അല്ല എന്നാണ് പറയുന്നത്. കമ്മീഷൻ ബേസിലാണ് ഇവിടെ ജോലി. ഇവർ ഇന്റർവ്യൂ പോകുമ്പോൾ ഇവർക്ക് കമ്മീഷൻ ബേസ്ഡ് ആണോ എന്ന് അറിയില്ല. അവിടെ ഇന്റർവ്യൂവിൽ കമ്മീഷൻ ബേസ്ഡ് ആണെന്ന് അവരുടെ ഒരു പരസ്യത്തിലും അവർ പറയുന്നില്ല. അതിനുശേഷം അവിടെ പൊക്കറിയുമ്പോഴാണ് ഇത് കമ്മീഷൻ ബേസിലാണെന്ന് പോലും ഇവർ അറിയുന്നത്. രണ്ടാമത്തെ ദിവസം നമ്മൾ വന്നതും
നേരത്തെ പോയി. പക്ഷെ 6:30 കഴിഞ്ഞ് 7:30 ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ. ഇത്രയും സാലറി ഒക്കെ തരുന്നതല്ലേ, അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നിക്കാം. നമുക്ക് സാലറി കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ എഫേർട്ട് ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് പിറ്റേ ദിവസവും പോയി. ഇത്രയും നമുക്കൊരു 10-25,000 രൂപ അല്ലെങ്കിൽ അവരുടെ ശമ്പളം 25,000 രൂപ അല്ലെങ്കിൽ 15-ന് മേളിലേക്കാണല്ലോ ശമ്പളം തരുന്നത്. അവർ പറയുന്നത് അവരുടെ പരസ്യം അനുസരിച്ച് 15,000-ന് മേളിൽ അവരുടെ ശമ്പളം വാങ്ങിക്കാത്ത ആരും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ 15,000 രൂപയുടെ മേളിൽ ശമ്പളം തരുന്നതല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് റിസ്ക് എടുക്കണം. തീർച്ചയായിട്ടും അവരുടെ സ്ഥാപനം മുന്നോട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ച് അവരും ആ ജോലിക്ക് പോകാം എന്ന് വിചാരിച്ച് 7:30 മണി വരെയൊക്കെ ജോലി ചെയ്തു. പേപ്പറിൽ എഴുതി സൈൻ ചെയ്യിപ്പിക്കും. പിന്നെ അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോഴാണ് ഞങ്ങളെ ഷോക്കാക്കിയ കുറച്ച് കാര്യങ്ങൾ. പിന്നെ എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാല് നമുക്ക് ഫിക്സഡ് ഒരു സാലറി ഇല്ല. ഏതൊരു സ്ഥാപനത്തിലും ഒരു ചെറിയ ജോലിക്ക് നമ്മൾ പോവുകയാണെങ്കിലും അവിടെ നമുക്ക് മാസം ഒരു സാലറി തരും. അഥവാ അതിന്റെ കൂടുതലായിട്ട് നമ്മൾ ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബോണസ് എന്ന രീതിയിലായിരിക്കും നമുക്ക് പൈസ കിട്ടുന്നത്. ഇത് ഫിക്സഡ് സാലറി ഇല്ല. നമ്മൾ ഇത്ര കസ്റ്റമറെ അറ്റൻഡ് ചെയ്ത് അവരെ കൊണ്ട് സാധനം എടുപ്പിക്കുന്നതിനനുസരിച്ച് ഒരു ഫിക്സഡ് സാലറി അല്ല അവിടെ കൊടുക്കുന്നത്. അവിടെ കമ്മീഷൻ ബേസിലാണ് അവിടെ സാലറി കൊടുക്കുന്നത്. പക്ഷെ ഇവരുടെ പരസ്യങ്ങളിൽ ഒന്നും ഒരു ഫിക്സഡ് സാലറി അവർക്ക് ഇത്രയും രൂപ കിട്ടും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് 15,000 രൂപ മുതൽ മേളിലോട്ട് ഇത് ശമ്പളം കിട്ടും എന്നാണ് അറിഞ്ഞിട്ടാണ് ഇവർ പോകുന്നത്. ഇത് ഓൺലൈൻ ഷോപ്പാണെന്ന് പറഞ്ഞാലും അവരുടേതായ ഒരു പരസ്യങ്ങളിലും ഒരു കാര്യങ്ങളിലും ഇതൊരു കമ്മീഷൻ ബേസിലാണ് ഇവിടെ ശമ്പളം കൊടുക്കുന്നതെന്ന് അവർ എങ്ങും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. ഇവരെല്ലാവരും ഒരു ഫിക്സഡ് സാലറി പ്രതീക്ഷിച്ച് പോയ ആൾക്കാരാണ്. ഫിക്സഡ് സാലറി പ്രതീക്ഷിച്ച് പോയപ്പോൾ അവിടെ ഫിക്സഡ് സാലറി അല്ല തരുന്നത് എന്നാണ് അവർ പറയുന്നത്. അവര് തരുന്ന നിബന്ധനകൾ നമ്മുടെ ബയോഡേറ്റയുടെ കൂടെ കളർ ഫോട്ടോ, ഫുൾ സൈസ് കളർ ഫോട്ടോയും കൂടെ കൊടുക്കണം എന്നാണ്. അതിന്റെ വോയിസ് എന്റെ കയ്യിലുണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. 80 കിലോമീറ്റർ ദൂരെയുള്ളവർ നിങ്ങളുടെ ഫുൾ സൈസ് 2 കളർ ഫോട്ടോയും ബയോഡേറ്റയും സെൻഡ് ചെയ്യുക. ബയോഡേറ്റ സെൻഡ് ചെയ്താൽ പരിഗണിക്കുന്നതല്ല, ഫുൾ സൈസിലായിട്ട് കളർ ഫോട്ടോ വേണം. അപ്പം അതിൽ പറയുന്നത് ഫുൾ സൈസ് ഫോട്ടോ നിർബന്ധമാണെന്നാണ്. നമ്മളൊരു മോഡലിങ്ങിനോ അങ്ങനെ ഒന്നും അല്ല പോകുന്നത്. ഇതിൽ പറയുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഓൺലൈൻ ഷോപ്പാണ്. ഓൺലൈൻ വഴിയാണ് ആൾക്കാർ അവിടെ കസ്റ്റമേഴ്സ് ഓർഡർ എടുക്കുന്നതും വിൽക്കപ്പെടുന്നതും അവിടുത്തെ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതും. ആ ഓൺലൈൻ ഷോപ്പിലേക്ക് വരുന്ന ഒരു ജോലിക്ക് വരുന്ന ഒരാളോട് അല്ലെങ്കിൽ ലേഡീസിനോട്, അവിടെ ലേഡീസ് ആണല്ലോ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത്, അപ്പൊ ലേഡീസിനോട് അവർ പറയുന്നത് ഫുൾ സൈസ് ഫോട്ടോ. സാധാരണ എല്ലായിടത്തും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ചോദിക്കും. ഈ ഓൺലൈൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആൾക്ക് എന്തിനാണ് ഫുൾ സൈസ് ഫോട്ടോ? അവർ ഈ ചോദിച്ചതുപോലെ ഫാഷൻ ഷോയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മത്സരത്തിന് പോകുന്നത്, സൗന്ദര്യ മത്സരത്തിനോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും പരസ്യത്തിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി വല്ലതും ആണോ? ഒന്നും അല്ലല്ലോ. അത് അവർ ചോദിക്കുന്നത് ന്യായമല്ലേ? എന്തിന് ഫുൾ സൈസ് ഫോട്ടോ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ, അത് ഓൺലൈൻ ജോബുള്ള ഓൺലൈനായിട്ട് കസ്റ്റമേഴ്സിനെ പിടിച്ച് ഓൺലൈനായിട്ട് കച്ചവടം ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ എന്തിനാണ് ഒരു ഫുൾ സൈസ് ഫോട്ടോ? ഇതെല്ലാം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെയാണ് വെളിയിലുള്ള നമ്മളും ചോദിക്കുന്നത്. ഒരു സ്ഥാപനം, ഓക്കെ, അവർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കും ചെറിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്ക് വെക്കാം. പക്ഷെ അത് ഈ ലേബർ നിയമങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിന് ഉദാഹരണമാണ് ഇന്നലെ വന്ന വോയിസ് ക്ലിപ്പ് കേട്ടാൽ മനസ്സിലാവും. തീർച്ചയായിട്ടും ലേബർ നിയമങ്ങളെ എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അവരുടേതായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഉണ്ടാക്കിയത്. അത് ഭയങ്കരമായ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പലരും അതിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട്, പലരും അതിനെപ്പറ്റി സംസാരിക്കുന്നുമുണ്ട്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ ഇസ്മി കൺമണി ഇന്നലെ ഇട്ട അവരുടെ അനുഭവം പറയുമ്പോഴും അവരുടെ ബയോഡാറ്റ ചോദിക്കുമ്പോൾ അവരോടും പറയുന്നത് നിങ്ങളുടെ ഫുൾ സൈസ് ഫോട്ടോ വേണം. ഞാൻ ചോദിക്കുന്നത് അവരുടെ സ്ഥാപനത്തിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടിയാണോ? അഭിനയിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ ഇവരെ ആരെയും വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫുൾ സൈസ് ഫോട്ടോ ചോദിക്കാം. സാധാരണ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുമ്പോൾ അവർ ബയോഡാറ്റയുടെ കൂടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് വെച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഫാഷൻ ഷോയ്ക്കൊക്കെ പിന്നെ ആദ്യം പറഞ്ഞപ്പോഴത്തേക്കിനും ഞങ്ങളൊരു സമ്മതപത്രത്തിൽ സൈൻ ചെയ്യിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അതിന്റെ അകത്ത് എഴുതിയിരുന്ന ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല, ഫുഡ് ഷെയറിംഗ് പറ്റത്തില്ല. ഇതൊക്കെ എവിടുത്തെ നിയമമാ? പിന്നെ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ കടയുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചാലും അവർക്ക് ബാധ്യതയില്ല. ഇപ്പൊ മറ്റൊരു അലിഗേഷൻസ് എന്താന്ന് വെച്ചാല്, അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടൊരു ഫ്രണ്ട്ഷിപ്പും പാടില്ല, ഫുഡ് ഷെയറിംഗ് പാടില്ല, എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാൻ പാടില്ല. ചുരുക്കം പറഞ്ഞാൽ വലിയ കമ്പനി ഒന്നും പാടില്ല എന്നാണ് അവർ പറയുന്നത്. അത് പറയാൻ എന്താണ് ഒരു സ്ഥാപനത്തിന്റെ ഉടമയ്ക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനം നടത്തുന്ന ആരും ആയിക്കോട്ടെ
അവർക്ക് എന്താണ് അവകാശം? ഇപ്പൊ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ടവർ കാണും, അതിനകത്ത് നമ്മൾ സംസാരിക്കും, നമ്മൾ കൊണ്ടുവരുന്ന ഫുഡ് അവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യും, അല്ലെ അവർ കൊണ്ടുവരുന്ന ഫുഡ് നമുക്ക് തരും. ഇതെല്ലാം കർശനമായി നിരോധിച്ചുകൊണ്ട് ഈ സ്ഥാപനം എന്താണ് ഇത് ഈ പറഞ്ഞതുപോലെ ഇത് ഉത്തര കൊറിയയിൽ വല്ലതാണോ ഈ സ്ഥാപനം? ഫുഡ് ഷെയറിങ് പാടില്ല, ആൾക്കാരോട് മിണ്ടാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടില്ല. ഓക്കെ, ജോലി സമയത്ത് സംസാരിക്കണ്ട, ജോലി സമയത്ത് എന്നാലും സംസാരിക്കുന്നവരുണ്ട് ചെറുതായിട്ടാണെങ്കിലും. ജോലി സമയത്തൊക്കെ നിങ്ങൾ ജോലി ചെയ്യും, നിങ്ങൾ ജോലി സമയത്ത് വർക്കിംഗ് സമയത്ത് നിങ്ങൾ സംസാരിക്കാതിരിക്കുക. അല്ലാത്ത സമയത്തും കമ്പനി അടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരാളെ എന്തൊക്കെയോ ഗുലുവാലുകൾ എനിക്ക് തോന്നുന്നു. അവിടെ ഹോസ്റ്റൽ സ്റ്റാഫിനോട് പറഞ്ഞിട്ടുണ്ട് അടൂരുള്ള ഒരാൾക്കാരുമായിട്ടും ബന്ധം വെക്കരുതെന്ന്. മീൻസ് മിണ്ടരുതെന്നൊക്കെ ആയിരിക്കാം, അങ്ങനെ മിണ്ടരുത്. കാരണം നമ്മുടെ നാട്ടുകാരൊന്നും അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. അപ്പം മീൻസ് അങ്ങനെ എന്തെങ്കിലും പിള്ളേര് കേട്ട് പോകുന്നുള്ള രീതിയിലായിരിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ട് പിന്നെ അതിലുണ്ടായിരുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല, ഫുഡ് ഷെയറിങ് പറ്റത്തില്ലെന്ന്. ഞാൻ 4 വർഷം ലുലു മാളിൽ നിന്നാണ്. ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാളാണ് ലുലു മാള്. ലുലു മാളിൽ 4 വർഷം ഞാൻ എറണാകുളത്ത് നിന്നിട്ടുണ്ട്, തിരുവനന്തപുരത്ത് നിന്നിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്ഷിപ്പ് പറ്റത്തില്ല, ഫുഡ് ഷെയറിംഗ് പറ്റത്തില്ല എന്നുള്ളൊരു ഇത് ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല. പിന്നീട് പറയുന്നത് അടൂർ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതലും ആരും സംസാരിക്കാനോ അവരുമായിട്ട് സംസാരിക്കാൻ പോലും പാടില്ല എന്നാണ് പറയുന്നത്. സംസാരിക്കുന്ന പോലും കാണരുത് എന്നാണ് പറയുന്നത്. അതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ ഫുഡ് ഷെയറിങ്, അതെ, ഇതൊന്നും പാടില്ല. എന്താ വെച്ചാൽ ഇതൊരു ഉത്തര കൊറിയയിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണ ഉത്തര കൊറിയയിലാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അതുപോലെ ഇത് കേരളമാണ് എന്ന് മറക്കാതിരിക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ഈ സ്ഥാപനം അടച്ചു പൂട്ടണമെന്നോ ഇവിടെ ജോലി ചെയ്യുന്നവരുടെ ജോലി കളയണമെന്നോ ഒന്നും എന്നെ സമയത്തുള്ള എനിക്കില്ല. അവിടെ ജോലി ചെയ്യുന്ന, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ അല്ലെങ്കിൽ അവരെ ഹരാസ് ചെയ്യാതെ, മുതലാളിയുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, അവിടെ നിന്ന് ഒരു ഹരാസ്മെന്റ് ഉണ്ടാകാതെ അവരെ ശരിയായ രീതിയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുക. അങ്ങനെ അനുവദിക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അലിഗേഷൻസ് വെളിയിൽ വരേണ്ട ആവശ്യമേ ഇല്ല. അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പലരും ഇപ്പോൾ പല വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതുവരെ സംഭവിച്ചതൊക്കെ ഓക്കെ, അവർക്ക് അവരുടെ തെറ്റുകൾ മനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തെറ്റുകൾ മനസ്സിലായിരിക്കാം. ഇവരെ വെച്ച് സംസാരിച്ച് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്ന് മാത്രമേ ഞാൻ പറയൂ. ഈ ലേബർ നിയമം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിന് അനുസൃതമായി ഒരു ജോലി ചെയ്യേണ്ട 8 മണിക്കൂർ ജോലി ചെയ്യേണ്ടവർക്ക് 8 മണിക്കൂർ ജോലി ചെയ്യിക്കുക. അവർ 8 മണിക്കൂർ ജോലി ചെയ്തിട്ട് അവർ അവരുടെ പാട്ടിന് വെക്കോട്ടെ. അല്ലെങ്കിൽ എക്സ്ട്രാ ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കുക. അതാണ് നിയമം. ഇത്ര മണിക്കൂർ ജോലി ചെയ്താൽ ഇത്ര പൈസ കൊടുക്കണം എന്നുണ്ട്. ശമ്പളത്തിന്റെ ഇത്ര കൊടുക്കാം, ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ ഇത്ര ഭാഗം കൊടുക്കണം എന്നുണ്ട്. ഓക്കെ, രണ്ടാമത് ഞാൻ ഇന്ന് അറിയാൻ എനിക്ക് കഴിഞ്ഞത് അവിടെ CC ക്യാമറ ഇല്ല എന്നുള്ളതാണ്. ഈ സ്ഥാപനത്തിൽ ഇത്രയും പെൺകുട്ടികൾ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ഒരു CC ക്യാമറ പോലും വെച്ചിട്ടില്ല. അതും ഇത്രയും വലിയൊരു സ്ഥാപനം, ഒരിടത്ത് പോലും CC ക്യാമറ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, വല്ല പെട്ടിക്കടകളിൽ പോയപ്പോ അവിടെയുണ്ട്, എവിടെ പോയാലും എല്ലായിടത്തും. ഇപ്പം വലിയ കട അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങിച്ച് ഒരെണ്ണം വെച്ച് ഫിറ്റ് ചെയ്തിട്ട് ഉള്ള കടകൾ ഞാൻ പോകാറുണ്ട്. ഞാൻ ഇന്നും പോയിട്ടാ വന്നത്. ഒരു ക്യാമറയേ ഉള്ളൂ, അവിടെ ചെറിയ കടയാണ്. അവിടെയും അവർ CC ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ ഇത്രയും വലിയൊരു കമ്പനിയിൽ എന്തുകൊണ്ട് CC ക്യാമറ വെക്കുന്നില്ല? അവിടെ ഒരു ലേഡീസിന് എന്തെങ്കിലും സംഭവിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഷണം നടന്നു അവിടെ, അപ്പോൾ അത് കണ്ടുപിടിക്കണ്ടേ? അത് കണ്ടുപിടിക്കാനാണെങ്കിൽ അപ്പൊ ഈ പറയുന്ന പെൺപിള്ളേരെ എല്ലാം നിർത്തേണ്ടി വരില്ല. ഞാൻ പറയുകയാണ്, സംടൈം അങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആരോപിച്ചിട്ട് വേണമെങ്കിലും എന്തെല്ലാം കാണിക്കാമല്ലോ അവിടെ. അപ്പോൾ ഒരു CC ക്യാമറ അത്യാവശ്യമാണ്. പിന്നെ അവരുടെ ഇഷ്ടമാണ്, അവരുടെ സ്ഥാപനമാണ്, അവർ വരുന്നതിനുള്ള ഭാഗം അവരനുഭവിക്കും, അത്രേ ഉള്ളൂ. ഒരു CC ക്യാമറ എന്തായാലും എല്ലാ സ്ഥാപനങ്ങളിലും ആവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സ്ഥാപനത്തിൽ അതില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്, ഇത്രയും വലിയൊരു കമ്പനിയിൽ. എന്തായാലും ഇസ്മി കൺമണി ഇട്ട ഈ ഒരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ യൂട്യൂബ് ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. കുറെ വിശദീകരിച്ചൊക്കെ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. ഇതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഓൺലൈൻ ഷോപ്പാണെന്നും ഇവിടെ ഓൺലൈൻ കമ്മീഷൻ ബേസിലാണ് ഇവിടെ സാലറി തരുന്നത് എന്നുള്ളതും ഇവർ വെളിയിൽ പറയാതെയാണ് പരസ്യങ്ങൾ കൊടുത്തിരുന്നതും. അവിടെ ഇത് കേട്ട് 15,000 മുകളിൽ ശമ്പളം ഉണ്ടല്ലോ, 20,000 മുകളിൽ ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് മറ്റുള്ളവർ ഈ ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് റീൽസും എല്ലാം കണ്ടിട്ട് പോയി ഇന്റർവ്യൂവിന് വരുന്നവരാണ്. എല്ലാ സാറ്റർഡേയും അവിടെ ഇന്റർവ്യൂ നടക്കാറുണ്ട്. എല്ലാ സാറ്റർഡേയും ഇന്റർവ്യൂ നടക്കുന്നതിന്റെ കാരണം എനിക്ക് ഏകദേശം മനസ്സിലായി. എന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ളൊന്നും ആരും നിൽക്കത്തില്ല. പിന്നെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്നവർ അവരുടെ വണ്ടിക്കൂലിയൊക്കെ കിട്ടുന്നവരെ നിൽക്കും, എന്നിട്ട് പോകും. അപ്പൊ അടുത്ത ആൾ വരും. അപ്പോഴും ഇവരുടെ വർക്ക് അവിടെ നടന്നുകൊണ്ടേയിരിക്കും. അത് ലാഭമാണല്ലോ, വലിയ ശമ്പളമൊന്നും കൊടുക്കണ്ടായില്ല. പിന്നെ ഇവരെ
മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവര് പെനാൽറ്റി അടിക്കുന്നുണ്ട്. ഇന്ന ഇത്രയും പ്രോഡക്റ്റ് വിറ്റില്ലെങ്കിൽ 5000 രൂപ, 3000 രൂപ, 300 രൂപ, ഇന്ന ആൾക്ക് മുന്തിയാൽ 500 രൂപ. അങ്ങനെ കുറെ വോയിസുകൾ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഞാൻ അത് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കൺമണിയുടെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാൻ കാര്യം അതിനകത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോഴും ഞാൻ പറഞ്ഞത് നമുക്ക് ഈ സ്ഥാപനം നശിച്ചു പോകണമെന്നോ ഈ സ്ഥാപനം നിർത്തണമെന്നോ ഒന്നും നമുക്ക് ആഗ്രഹമില്ല. മുതലാളിമാരുടെ ഭാഗത്തുള്ള തെറ്റുകൾ മുതലാളിമാർ മനസ്സിലാക്കുക. അവർക്ക് തെറ്റുകൾ പറ്റിയിട്ടില്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകളെ മനസ്സിലാക്കി നമ്മളെ അഹങ്കൊക്കെ ഒന്ന് മാറ്റി, ഒരു മുതലാളിയാണ്, മുതലാളിക്ക് അതിൻ്റെതായ ഒരു വെയിറ്റും ഇതൊക്കെ കാണും. അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സാധാരണ നമ്മുടെ ജോലിക്കാരോട് എങ്ങനെ ഇടപെടണം എന്ന് പഠിച്ച് അങ്ങനെ ഇടപെട്ട് ആ സ്ഥാപനം മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഇത്രയും ലേഡീസ് അവിടെ വർക്ക് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ എല്ലാവരും വയറ്റത്തടിക്കണം എന്നില്ല അവരുടെ ഒന്നും. പക്ഷെ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. അല്ല ഇനിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകാൻ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആരും പ്രതികരിക്കും. അതിപ്പോൾ ആരെ കൊണ്ടുവന്ന് വെളുപ്പിക്കാൻ നോക്കിയാലും. ഓക്കെ.